സ്വാഗതം ടോപ് 10ലേക്ക്. കെ സുധാകരൻ തിരികൊളുത്തിയ ചർച്ച നേതാക്കൾ ഏറ്റെടുക്കുകയാണ്. UDF ഭരണത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യമുയർത്തി ഒളിഞ്ഞും തെളിഞ്ഞും അതിന് ഉത്തരവും നൽകി മുതിർന്ന നേതാക്കൾ തങ്ങളുടെ ഉദ്ദേശ്യം കെടാതെ കാക്കുന്നുണ്ട്. സുധാകരന് പിന്നാലെ PJ കുര്യനും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുമ്പോൾ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണേ എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് VD സതീശനും KC വേണുഗോപാലും. ഒരുവിധം സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതേയുള്ളൂ. ജയിക്കും മുമ്പേ ഇനി മുഖ്യമന്ത്രി പോരും, ഇരുന്നിട്ട് വേണ്ടേ കാലു നീട്ടാനെന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം നാളെ അറിയാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. മത്സര രംഗത്ത് 985 സ്ഥാനാർത്ഥികൾ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. പ്രചാരണം സജീവമാക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പിൽ BJP CPM ഡീലെന്ന് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി കേസുകൾ എങ്ങും എത്താത്തത് തെളിവെന്നും രാഹുൽ. കേരളത്തിൽ അന്തർധാര സജീവമെന്ന UDFന്റെ മഹാറാലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ. ഭയം കൊണ്ടുള്ള ആരോപണമെന്ന് BJPയുടെ സീൽ പതിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ചിത്രം പങ്കുവച്ചവർക്കെതിരെ പോലീസ് നടപടി. കോൺഗ്രസിലെ പരസ്യ പ്രതികരണത്തിൽ നേതൃത്വത്തിന് അതൃപ്തി. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിനു പിന്നാലെ പാർട്ടിയിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായേക്കുമെന്ന് PJ കുര്യൻ. തെരഞ്ഞെടുപ്പാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നില്ലെന്നും VD സതീശനും KC വേണുഗോപാലും. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ UDF നേതാവ് ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം വിവാദത്തിൽ. വൈകാരികമായി പ്രതികരിച്ച് പ്രതിഭ. നിയമ നടപടി സ്വീകരിക്കുമെന്ന് മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ഖേദം പ്രകടിപ്പിച്ച ഇർഷാദ് ചക്കാലശ്ശേരി. ഇർഷാദിനെ ലീഗ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സഭാ തർക്കത്തിൽ പരിഹാര സാധ്യത. ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭ. സഹോദരങ്ങളെ പോലെ ജീവിക്കാമെന്ന ആഹ്വാനം. തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്കനുസരിച്ച് വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാമെന്നും കത്തോലിക്ക ബാവ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമെന്ന കേന്ദ്ര സർക്കാർ. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. സമാധാനത്തിനായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തിയെന്ന് സർവകക്ഷി യോഗം. പാചകവാതക പ്രതിസന്ധിയിൽ പാർലമെന്റിന് മുന്നിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഹോർമൂസ് വഴി ഇന്ധനവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി ഇറാൻ. പകരം 5 ഉപാധികൾ വെച്ചു. ഹോർമൂസിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്നും ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കൂടുതൽ സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ അമേരിക്ക. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ നിർണായക നീക്കം. രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥാവകാശം അമേരിക്കൻ കമ്പനി സ്വന്തമാക്കിയതോടെ ഷെയ്ൻ വോണിന്റെ കുടുംബത്തിന് കോടികളുടെ നേട്ടം. ഓഹരി പങ്കാളിത്തം വഴി കുടുംബത്തിന് ലഭിക്കുക 450 കോടി രൂപ. 2008-ൽ രാജസ്ഥാൻ റോയൽസും വോണും തമ്മിലുണ്ടാക്കിയ കരാറാണ് നേട്ടത്തിന് ആധാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം നാളെ അറിയാം. കാരണം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. അതുകൂടി കഴിയുമ്പോൾ ചിത്രം പൂർണ്ണമായും തെളിയും. മത്സര രംഗത്ത് 985 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. സൂക്ഷ്മ പരിശോധനയിൽ 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിക്കുമ്പോൾ നിലവിൽ മത്സരരംഗത്തുള്ളത് 985 സ്ഥാനാർത്ഥികളാണ്. 140 മണ്ഡലങ്ങളിലായി 1252 പേരാണ് പത്രിക നൽകിയത്. ഇതിൽ 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളി മണ്ഡലത്തിലാണ്. നാളെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം. നാളെ വൈകുന്നേരം 5 മണിയോടെ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിലവിൽ പത്രിക പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും പ്രമുഖ മുന്നണികൾക്ക് വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ഇവരെ നാളേക്കകം അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണിയും നേതാക്കളും. 2021-ൽ സംസ്ഥാനത്ത് 957 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്നും ഡീൽ വിവാദം ഏറ്റുപിടിക്കുകയാണ് നേതാക്കൾ. UDF മഹാറാലിയിൽ ഓൺലൈനിലൂടെ പങ്കെടുത്ത രാഹുൽ ഗാന്ധി ആരോപിച്ചതും ഡീലിലെ കളികളാണ്.
LDF BJP സഖ്യവും UDFും തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്നും മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി കേസുകൾ എങ്ങും എത്താത്തത് ഇതിന്റെ തെളിവാണെന്നും രാഹുൽ പറയുന്നു. അവർ തമ്മിൽ അന്തർധാരയുണ്ടെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. എന്തായാലും KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി UDF പ്രചരണം കൊഴുപ്പിക്കുകയാണ്. പുതുയുഗ കേരളത്തിന് ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സുമായാണ് UDF ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. കർണാടക, തെലുങ്കാന എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ ചുവട് പിടിച്ചാണ് വാഗ്ദാനങ്ങൾ അത്രയും. സോണിയാഗാന്ധിയുടെ അസുഖത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് കോഴിക്കോട്ടെ മഹാറാലിയിൽ എത്തിയില്ലെങ്കിലും ഓൺലൈനായി എത്തി വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചു. The first guarantee, all women in Kerala will be able to travel for free on Kerala state buses. College going girls will receive 1,000 rupees a month as financial support. We are going to increase welfare pension to rupees 3,000. Going to inaugurate the Omen Chandy health insurance scheme with coverage of rupees 25 lakhs per family. And for young people of Kerala who want to start a business, we are going to give an interest-free loan of up to rupees 5 lakhs. LDF BJP സഖ്യത്തിനെതിരായ പോരാട്ടമാണ് UDF നടത്തുന്നതെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി കേസുകൾ എവിടെയും എത്താത്തത് ഇതിന്റെ ഉദാഹരണമാണ് എന്ന് രാഹുൽ ഗാന്ധി. ശബരിമല സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ പരാമർശിച്ച രാഹുൽ ഗാന്ധി യുവാക്കളെയും സ്ത്രീകളെയും ആകർഷിക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ കോഴിക്കോട്ടെ മഹാറാലിയുടെ വേദിയിലെത്തിയത്. CPM BJP രഹസ്യധാരണയെ CJP എന്ന അദ്ദേഹം പരിഹസിച്ചു. People here say that there is a secret understanding between CPIM and BJP in Kerala and it has a name, Communist Janata Party. ഇമ്രാൻ പ്രതാപ് ഗാർഗി, KC വേണുഗോപാൽ, സാദിഖ് അലി തങ്ങൾ, VD സതീശൻ, K സുധാകരൻ എന്നിവരെ കൂടാതെ വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും മഹാറാലിയുടെ വേദിയിലെത്തി. ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സുമായി കളം നിറയാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്നത്തെ ഡീലാരോപണങ്ങൾ തീരുന്നില്ല. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ അലിഖിത രാഷ്ട്രീയ സഖ്യമെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല എത്തിയപ്പോൾ ഡീലിന്റെ എക്സ്പേർട്ട് VD സതീശനെന്നും K മുരളീധരൻ കോൺഗ്രസ് ഡീലിന്റെ രക്തസാക്ഷി എന്നും പറയുകയാണ് A വിജയരാഘവൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി കുന്നത്തുനാട് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് 22 സീറ്റാണ് നൽകിയത്. അല്ലെങ്കിൽ BDJSന്റെ സ്ഥാനാർത്ഥികളാണ്. അത് ഒട്ടുമറിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. മുരളീധരൻ ഈ ഡീലിന്റെ രക്തസാക്ഷിയല്ലേ? ഡീലിന്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് മുരളീധരന്റെ തോന്നലുകളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മുരളീധരനെ കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചെയ്യിപ്പിച്ചത് എന്താ നമുക്കറിയാലോ. ബാർ വിഷയത്തിലും KC വേണുഗോപാലും മുഖ്യമന്ത്രിയും ഇന്ന് കൊമ്പുകോർത്തു. ബാർ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയെന്നും തെരഞ്ഞെടുപ്പിൽ കോടികൾ മറിക്കാനാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. എന്നാൽ അഴിമതിയില്ലെന്നും KCയുടെ ആരോപണം UDFന്റെ സംസ്കാരമെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. വളരെ രഹസ്യമായിട്ട് സർക്കാർ വെബ്സൈറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. 200 ബാറുകൾക്കും ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് സംഭവിച്ച ദിവസം ഏതാണ്? ഇരട്ട അഴിമതിയാണ്. ബാറുകളുടെ സമയപരിധി നീട്ടിക്കൊടുത്ത അതേ ഉത്തരവിറക്കിയ അതേ ദിവസം തന്നെയാണ് ഈ ഉത്തരവ് നടത്തിയിരിക്കുന്നത്. അത് UDFന്റെ സംസ്കാരം വെച്ചാണ് LDFനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാൽ എന്താണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞത്? അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ നാട് കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു സ്ഥാനം കിട്ടിയത്? LDF അധികാരത്തിലുള്ളത് കൊണ്ടാണ്. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന TK ഗോവിന്ദൻ വർഗവഞ്ചകനെന്നും ഗോവിന്ദന്റെ ഭാര്യ KP രമണിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഭർത്താവിന്റെ കൂടെ പോയതിനെന്നും CPM നേതാവ് MV ജയരാജൻ. എനിക്ക് ചോറ് തരുന്നത് പാർട്ടിയല്ല എന്നാണ് രമണി പറഞ്ഞത്. രമണി ശ്രീകണ്ഠപുരം പാർട്ടി ഓഫീസിൽ നിന്ന് പല തവണ ചോറുണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോറിന്റെ കണക്ക് രമണി പറയണ്ടായിരുന്നുവെന്നും MV ജയരാജൻ ഓർമ്മിപ്പിച്ചു. എനിക്ക് പാർട്ടിയല്ലല്ലോ ചോറ് തരുന്നത്, ഗോവിന്ദൻ മാഷല്ലേ ചോറ് തരുന്നത്. നിഷ്കളങ്കമായ ചോദ്യമായി തോന്നും. എത്രയോ ദിവസം ശ്രീകണ്ഠാപുരം പാർട്ടി ഓഫീസിൽ വെച്ച്
ഏരിയ കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ രമണി പാർട്ടിയുടെ ചോറ് തിന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആ ചോറിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയ ചോറാണെങ്കിൽ അങ്ങനെ പറഞ്ഞു. രമണിയുടെ ഭർത്താവ് ഗോവിന്ദൻ മാഷ് പാർട്ടി മാറുന്ന സമയത്ത് ആ ദിവസം പത്രസമ്മേളനം നടത്തുന്ന ദിവസം ഉച്ചക്ക് മയിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയി പാർട്ടിക്ക് എതിരായി പത്രസമ്മേളനം നടത്തി. അതുകൊണ്ട് ചോറിൻ്റെ കൂറല്ല, രാഷ്ട്രീയ കൂറാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് നടപടിയെടുത്തത്. പ്രധാനമന്ത്രി 29-ന് കേരളത്തിലെത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. 1-ാം ഘട്ടം ഈ മാസവും 2-ാം ഘട്ടം ഏപ്രിൽ ആദ്യവാരവുമായിരിക്കും. 29-ന് തൃശ്ശൂരിലും പാലക്കാടുമാണ് പരിപാടികളെന്നും MT രമേശ് പറഞ്ഞു. BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഡീലിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സഹായിച്ചു കൊടുക്കുകയാണ് CPM-ഉം കോൺഗ്രസും ലീഗും ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയൊരു സഖ്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അത് BJP-ക്കെതിരായിട്ടുള്ള മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ് സഖ്യമാണ്. കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യമാണ്. ഒരു കോമാലി സഖ്യം കേരളത്തിലുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ മാസം 29-ാം തീയതി കേരളത്തിൽ എത്തിച്ചേരുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം ആലോചിച്ചിട്ടുള്ളത്. 1-ാം ഘട്ടം ഈ മാസവും 2-ാമത്തെ ഘട്ടം ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയുമാണ്. 1-ാം ഘട്ട സന്ദർശനമാണ് 29-ാം തീയതി. തൃശ്ശൂരിലും പാലക്കാടുമായി 2 പ്രോഗ്രാമുകളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുക്കും. 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പാലക്കാട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും 4 മണിക്ക് തൃശ്ശൂർ നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരം MLA-യും UDF സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫിനെതിരെ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഏജന്റ് റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ പരാതി നൽകി. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന്റെ പ്രചരണത്തിനായി എത്തിയ കർണാടക MLA ഡോക്ടർ ഭരത് ഷെട്ടിക്കെതിരെ അഷ്റഫ് പ്രകോപനപരവും വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലുമുള്ള പ്രസ്താവന നടത്തിയെന്നാണ് പരാതി. മംഗലാപുരത്ത് നടന്ന ഒരു കൊലപാതകത്തിന് ഉത്തരവാദിയാണ് ഡോക്ടർ ഭരത് ഷെട്ടി എന്ന രീതിയിൽ AKM അഷ്റഫ് യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നാണ് പരാതിയുടെ ഉള്ളടക്കം. BJP-യുടെ സീൽ പതിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സർക്കുലറിന്റെ ചിത്രം പങ്കുവച്ചവർക്കെതിരെ നടപടിയുമായി കേരള പോലീസ്. 270 എക്സ് ഹാൻഡിലുകൾക്കും 200 ഫേസ്ബുക്ക് പേജുകൾക്കും 90 ഇൻസ്റ്റാഗ്രാം ഐഡികൾക്കും പോലീസ് നോട്ടീസ് അയച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വിവാദ ചിത്രം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്തുവെങ്കിലും എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പോസ്റ്റുകൾ പൂർണ്ണമായി നീക്കിയിട്ടില്ല. പോലീസിനെ ഉപയോഗിച്ച് സമൂഹമാധ്യമ ഉപയോക്താക്കളെ നിശബ്ദമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. K സുധാകരന് പിന്നാലെ ഇന്ന് PJ കുര്യൻ പറഞ്ഞു, ഫലം വരുമ്പോൾ നമ്മൾ ജയിക്കും. രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി. ചെറുചിരിയോടെ പാർട്ടിയുടേതാണ് തീരുമാനമെന്ന് തിരുത്തുന്നുണ്ട് ചെന്നിത്തല. അതിനേക്കാൾ വലിയ തിരുത്തലാണ് VD സതീശനും KC വേണുഗോപാലും നടത്തിയത്. തെരഞ്ഞെടുപ്പാണ് മുഖ്യം. ജയിച്ചാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഇരുവരും പറഞ്ഞുവെച്ചു. കേരളത്തിന് എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ രമേശിന്റെ വലത്ത് പരീക്ഷമാണെന്നിരിക്കുന്നത് പോലെ അസംബ്ലിയിൽ ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ആരഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. അഭിപ്രായം പറയുന്നൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയല്ലേ. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുന്നു പറയാൻ പറ്റുമോ ഞങ്ങളുടെ പാർട്ടിയിൽ? ഇപ്പോഴുള്ള മുഖ്യമന്ത്രി ചർച്ചകൾ സമയനഷ്ടമെന്നും തങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്കൊപ്പമാണെന്നും പറയുകയാണ് ശശി തരൂർ MP. വിജയത്തിന് ശേഷം തീരുമാനം പറയേണ്ടത് ഹൈക്കമാൻഡ് എന്ന് തരൂരും ഓർമ്മിപ്പിച്ചു. എന്റെ അറിവിൽ തുടങ്ങിയിട്ടൊന്നുമില്ല. കാരണം അവസാനത്തിൽ നമ്മളുടെ പാർട്ടി ലൈൻ ക്ലിയർ ആണ്.
വിജയം വന്ന ശേഷം MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അപ്പം നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അത് സമയം നഷ്ടമാണ്. അപ്പം എന്തിനാണ് ചർച്ച ചെയ്യണം? ഈ വിഷയം വരുന്നതേ എനിക്കും എതിർപ്പാണ്. നമ്മൾക്ക് ജനങ്ങളുടെ വിഷയങ്ങളാണ് പറയേണ്ടത്. ജനങ്ങളുടെ വിഷയം ഏത് കസാലയിൽ ഇരിക്കുമെന്നല്ല. ഞാൻ സുധാകരൻ ചേട്ടൻ വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയില്ല. പക്ഷെ പറയണത്, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളില്ലേ? ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ആരോ വന്നിട്ട് ഈ ഡീലിൻ്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. വിശകലനങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, കെ സുധാകരൻ തുടങ്ങിവെച്ച മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണോ? ശ്രീജ, തീർച്ചയായും കഴിഞ്ഞ ഏറെക്കാലമായി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായി VD സതീശൻ ചുമതലയേറ്റ നാൾ മുതൽ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ കോൺഗ്രസ്, BJP ആയാലും CPM ആയാലും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരിഹാസമാണ്, എങ്ങാനും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത്. അതായത് പലരും 4-5 പേർ ഇപ്പോഴേ ആ കസേരയ്ക്കായി അടിപിടി കൂടുന്നു, അല്ലെങ്കിൽ ഷർട്ടും തുന്നി കാത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടേയിരുന്നത്. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പോലും തർക്കം, ഡൽഹി കേന്ദ്രീകരിച്ച് തർക്കമുണ്ടായ സമയത്ത് പോലും സംഘടനാ ദൗർബല്യം കോൺഗ്രസിനെ എത്രത്തോളം അലട്ടുന്നു എന്ന രീതിയിലൊക്കെ തന്നെ ചർച്ചയായതാണ്. പക്ഷേ അതൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ശേഷം അത്തരം ചർച്ചകളൊക്കെ ഡീൽ ആരോപണവുമൊക്കെ രാഷ്ട്രീയ പോരാളികൾ, അതായത് രാഷ്ട്രീയ 3 മുന്നണികളും ഡീൽ ആരോപണമൊക്കെ ശക്തമായി സജീവമാക്കി ചർച്ചയായപ്പോൾ കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള സംഘടനാ ദൗർബല്യമോ അല്ലെങ്കിൽ സംഘടനാ വീഴ്ചയോ തർക്കങ്ങളോ ആഭ്യന്തര പ്രശ്നങ്ങളോ ഒന്നും തന്നെ പൊതുമധ്യ ചർച്ചയായി വന്നിരുന്നില്ല. തീർച്ചയായും ഈ സമയത്ത് വീണ്ടും കോൺഗ്രസിനുള്ള, അതായത് രാഷ്ട്രീയ പ്രതിയോഗികൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കേണ്ട അത്തരം ചർച്ചകളും അത്തരം വിഷയങ്ങളും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് ആദ്യം കെ സുധാകരൻ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകുക എന്ന രീതിയിൽ ഒരു അഭിപ്രായം പറയുന്നു. അപ്പോൾ തന്നെ VD സതീശനും KCയും ഒക്കെ തന്നെ അതിനെ തിരുത്തി രംഗത്ത് വരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ PJ കുര്യൻ മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിയാണ് അധികാരം വരികയാണെങ്കിൽ, അധികാരത്തിൽ എത്തുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ അതൊരു പൊതുവേദിയിൽ അല്ലെങ്കിൽ അണികളെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു ആവേശത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതായിരിക്കാം എന്നൊക്കെ വാദിക്കാമെങ്കിൽ പോലും ഈ അവസരത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെയൊക്കെ ഒരു രീതി നമുക്കറിയാവുന്നതാണ്. തികച്ചും അങ്ങനെ ഒരു കൃത്യമായൊരു അച്ചടക്കം അല്ലെങ്കിൽ കൃത്യമായൊരു രീതിയുണ്ട്, ഒരു പ്രോട്ടോകോൾ പ്രകാരം ഇതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകണം. എല്ലാ പാർട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും അത്തരത്തിൽ കോൺഗ്രസ് സംബന്ധിച്ച് ഇപ്പോഴേ മുതിർന്ന നേതാക്കൾ ഈ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ മുന്നിട്ട് ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാവും കോൺഗ്രസിലെ നേതൃത്വത്തെ ബാധിക്കുക എന്നത് വിലയിരുത്തേണ്ടത് വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ PJ കുര്യനിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ അതിനെ തിരുത്തുന്നു. ഇതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്ന അഭിപ്രായവുമായി KC വേണുഗോപാലും ഒപ്പം തന്നെ VD സതീശനും ഒക്കെ എത്തുന്നു. രമേശ് ചെന്നിത്തലയും അത് അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ വീണ്ടും അതൊരു ചർച്ചയ്ക്ക് വരുന്നിടത്താണ് കോൺഗ്രസിൽ ഇപ്പോഴും ഒരു അധികാര തർക്കം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളെ മാത്രം ഉയർത്തിക്കാട്ടുമ്പോൾ മറ്റേയാൾ എങ്ങനെയാകും പ്രതികരിക്കുക? ഇപ്പോഴും ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കോൺഗ്രസിൽ അനാവശ്യമായ ഒരു ചർച്ച ഈ സമയത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടാകുന്നത്. ശ്രീജ, തീർച്ചയായും എന്തായാലും കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ച നേതൃത്വത്തിന് പുതിയ തലവേദനയാവുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അൻഫിൽഡ് ഡിസൂസ. പ്രതിഭയ്ക്കെതിരെ വ്യക്തിഹത്യ നടത്തി വിവാദത്തിലായിരിക്കുകയാണ് UDF നേതാവ് ഇർഷാദ് ചക്കാലശ്ശേരി. പിന്നീട് ഇർഷാദ് മാപ്പ് പറഞ്ഞു. എങ്കിലും സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന പരാമർശമെന്ന് വൈകാരികമായി പ്രതികരിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് തീർത്ത് പറയുകയാണ് പ്രതിഭ. തെരഞ്ഞെടുപ്പിൽ സ്ത്രീയുടെ ശരീരമല്ല രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും പറയുന്നു. ഇർഷാദിനെതിരെ എന്തായാലും പാർട്ടി നടപടി വന്നിരിക്കുകയാണ്. ലീഗ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തനിക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വിതുമ്പി കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭ. ലീഗ് നേതാവ് ഇർഷാദിന്റെ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകുമെന്നും പ്രതിഭ പറഞ്ഞു. നീചമായ ഭാഷ പ്രയോഗിച്ചെന്നും തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീയുടെ ശരീരമല്ല രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇർഷാദ് ഈ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കൾ കേട്ടിരുന്നുവെന്നും പ്രതിഭ പറഞ്ഞു. ഈ വ്യക്തിഹത്യക്കെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് വേദന ഉണ്ടാക്കിയ ഒരു പരാമർശമാണ് ഒരു നേതാവിൽ നിന്നുണ്ടായത് എന്നുള്ള സത്യം തന്നെയാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത അത്ര മോശമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലുമില്ലേ സ്ത്രീകളൊക്കെ? അപ്പൊ അതിനൊക്കെ എതിരെയുള്ള ഒരു കൂട്ടായ്മ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നാണ്. ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല, ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിലും. പ്രസംഗം വിവാദമായതോടെ ഇർഷാദ് നിർവ്യാജം
ഖേദം പ്രകടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ രാഷ്ട്രീയ സംശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ഇർഷാദിന്റെ വിവാദ പരാമർശങ്ങൾ. പ്രതിഭയുടെ സ്വകാര്യ ജീവിതത്തെയും കുടുംബ പശ്ചാത്തലത്തെയും മകനുമായി ബന്ധപ്പെട്ട കേസുകളെയും ഇർഷാദ് പ്രസംഗത്തിൽ വലിച്ചിഴച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വേദിയിലിരിക്കവെയാണ് ഇർഷാദ് ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചത്. അതേസമയം തന്റെ പ്രസംഗം തെറ്റായ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്ന് ഇർഷാദ് പറഞ്ഞു. പ്രസംഗത്തിലെ പരാമർശങ്ങൾ ആർക്കെങ്കിലും വിഷമമുണ്ടാക്കിയെങ്കിൽ അതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇർഷാദ് നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF രംഗത്തെത്തി. പ്രതിഭയ്ക്കെതിരായ പരാമർശം രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു സ്ത്രീയെയും ജനപ്രതിനിധിയെയും ഇത്രയും ഹീനമായ രീതിയിൽ അധിക്ഷേപിച്ച UDF നേതൃത്വം മാപ്പു പറയണമെന്ന് PK ശ്രീമതി ആവശ്യപ്പെട്ടു. ഇതിനപ്പുറം ഒരു ലൈംഗിക അതിക്രമം വേറെയുണ്ടോ എന്നും അവർ ചോദിച്ചു. രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രസംഗവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. പ്രതിഭയ്ക്കെതിരായ കോൺഗ്രസ് നേതാവിന്റെ പരാമർശം സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണമെന്ന് മന്ത്രി P. രാജീവ്. കേരളം പോലുള്ള സ്ഥലത്ത് പ്രാകൃതമായ കാലത്താണ് UDF പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം പരാമർശങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങേയറ്റം തെറ്റായ പരാമർശമാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. UDF നേതൃത്വം, പ്രത്യേകിച്ചും അവിടുത്തെ നേതൃത്വം നടത്തിയിട്ടുള്ള പരാമർശം അത് ഒരു സ്ഥാനാർത്ഥി എന്ന സ്ത്രീകൾക്കെതിരെയുള്ള ആകെയുള്ള കടന്നാക്രമണമായിട്ട് വേണം കാണാനായിട്ട്. സ്ത്രീകൾ ഏതെങ്കിലും പൊതുരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആകെ അധിക്ഷേപിക്കുക, അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക, സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നാക്രമണം നടത്തുക, അത് അങ്ങേറ്റം അപലപനീയമാണ്. നമ്മുടെ കേരളം പോലെ സമൂഹത്തിൽ എത്രമാത്രം പ്രാകൃതമായ ഒരു യുഗത്തിലാണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് UDF പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇത് കാണേണ്ടത്. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ. ഇനിയും സഭാതർക്കം വാർത്തകളിലെ തലക്കെട്ടാകരുത്, സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നും ജോസഫ് ബാവ അഭിപ്രായപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് യാക്കോബായ സഭാധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് ബാവ. എല്ലാം അവസാനിപ്പിക്കണം, രണ്ടു സഭകളുടെയും അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതിനു പിന്നാലെയാണ് ബാവയുടെ പ്രതികരണം. അങ്ങനെ ഒരു നിലപാടെടുത്തതിന് ശേഷമാണ് ഈ 6 പള്ളികളുടെ കോടതി വിധി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെതിരെയും ചീഫ് സെക്രട്ടറിക്കും കളക്ടർമാർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. അവിടെ ഗവൺമെന്റ് ഒരു നിലപാടെടുത്ത് സുപ്രീം കോടതിയിൽ പോയി. നല്ല കാര്യമാണ് ഗവൺമെന്റ് ചെയ്തത്. അതുകൊണ്ട് ഒരു പുതിയ ഒരു റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഒക്കേഷൻ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ വ്യക്തമാക്കി. എല്ലാ പാർട്ടികളിലും സഭാവിശ്വാസികളുണ്ട്. യാക്കോബായക്കാർ LDFിലും UDFിലും NDAയിലും സ്ഥാനാർത്ഥികളായുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത് ശരിയല്ല എന്നും ബാവ പറഞ്ഞു. മുഖ്യമന്ത്രി സഭയ്ക്ക് ഒരു ആശ്വാസമുണ്ടാകും, സഭയുടെ അസ്തിത്വം നിലനിർത്തും എന്നാണ് ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിയമനിർമ്മാണം നടത്താമെന്ന് ഇവിടെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കണില്ല. പക്ഷേ സഭയെ അദ്ദേഹം കരുതലോടുകൂടിയാണ് സഭയുടെ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളതും സഭയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ സംരക്ഷിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സഭാതർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആശ്വാസമായി. എന്നാൽ നിയമനിർമ്മാണം നടത്താത്തതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. സഭാതർക്കം പരിഹരിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും ബാവ പ്രതികരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ധന ലഭ്യതയിൽ ആശങ്ക വേണ്ട എന്ന് ഉറപ്പ് നൽകുകയാണ് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏതു വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച നിലപാടുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളും ഉൾപ്പെടെ സർവകക്ഷി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. സംഘർഷവുമായി ബന്ധപ്പെട്ടുയരുന്ന ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. LPG വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും 5 ചരക്ക് കപ്പലുകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്തെത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി.
സംഘർഷം കേന്ദ്ര സർക്കാരും എംബസികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രവാസികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും വിദേശകാര്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസ് ഒഴികെ എല്ലാ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തതായി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. पश्चिम एशिया में जो संकट है उसके बारे में जानकारी दिया. आदरणीय प्रधानमंत्री नरेंद्र मोदी जी की इच्छा से हम लोगों ने ऑल पार्टी मीटिंग बुलाया है और मैं सभी पार्टी के नेताओं को ധന്യവാദ് देना चाहता हूं. യുദ്ധം നടക്കുന്ന മേഖലയിൽ നിന്നായി 4 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇതിനോടകം സുരക്ഷിതമായി തിരിച്ചെത്തി. ഹോർമൂസ് കടലെടുക്ക് വഴി കൂടുതൽ ചരക്ക് കപ്പലുകൾ എത്തിക്കാനും ശ്രമം തുടരുകയാണ്. ചരക്ക് കപ്പലുകൾ എത്തിക്കുന്നതിന് ഇന്ത്യ ആർക്കും പണം നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയതിന് പിറകെയാണ് സർവകക്ഷി യോഗം ചേർന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപാധികൾ തള്ളി ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളിയാണ് വെടിനിർത്തലിനുള്ള 5 ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത്. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. വീണ്ടും യുദ്ധം തുടങ്ങിയില്ലെങ്കിൽ ഉറപ്പ് നൽകണം. യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്നത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് നിബന്ധനകൾ. ഇതിനിടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർ ദ്വീപ് പിടിച്ചെടുക്കാൻ US നിർണായക നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. IPL ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥാവകാശം അമേരിക്കൻ കമ്പനിയായ കൽസോമിനിയയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംരംഭം ഏറ്റെടുത്തതോടെ ഷെയ്ൻ വോൺ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ കുടുംബത്തിന് കോടികളുടെ നേട്ടം. ടീമിലെ ഓഹരി പങ്കാളിത്തം വഴി ഏകദേശം 450 കോടി രൂപയോളം വോണിന്റെ കുടുംബത്തിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൽസോമിനിയുടെ 15,290 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിനെ സ്വന്തമാക്കിയതോടെയാണ് വോണിന്റെ കുടുംബത്തിന് ഈ നേട്ടം കൈവരുന്നത്. 2008 ആദ്യ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി ചുമതലയേറ്റപ്പോൾ വോൺ തന്റെ കരാറിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രത്യേക നിബന്ധനയാണ് ഈ വലിയ നേട്ടത്തിന് ആധാരമായത്. പ്രതിവർഷം ടീമിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ 0.75% ഓഹരി തനിക്ക് നൽകണം എന്നതായിരുന്നു കരാർ വ്യവസ്ഥ.